അങ്ങനെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 2-1 എന്നൊരു സ്കോർ നിലയിൽ വിജയിച്ച് കയറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലീഗിലെ മൂന്നാമത്തെ വിജയമാണിത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ റെലിഗേഷനിൽ നിന്ന് ഒരു പൂർണ്ണമുക്തിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പയ്യെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിലവിൽ ലീഗിൽ 11 പോയിൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. 3 വിജയങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കി. കഴിഞ്ഞ 4 കളികളിലും അൺബീറ്റൻ സ്ട്രീക്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ 2 കളിലും തുടർജയങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത്. പോരാത്തതിന് ഈ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയ ഗോൾ നേടിയിട്ടുണ്ടായത് മത്യാസ് ഹെർണാണ്ടസ് ആണ്. അതിന് വഴി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എബിൻ ദാസ് എന്ന് പറയുന്ന മലയാളി താരമാണ്. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ അസിസ്റ്റാണ് ലീഗിൽ. മത്സരത്തിൽ താരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം പകരുന്ന ഒരു കോൺഫിഡൻസ് ചെറുതല്ല. അത് എത്രമാത്രം വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ആദ്യത്തെ 7 മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്ന ഒരു റിസൾട്ടിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് പീറ്റർ ഹാഡ്ലിയുടെയും അതുപോലെ തന്നെ ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിലുള്ള കോച്ചിങ് സ്ക്വാഡിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട്. പോരാത്തതിന് താരങ്ങളെല്ലാം തന്നെ മികച്ച ഒരു ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു മികച്ച പ്രകടനം ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുവാൻ സാധിക്കുന്നുണ്ട്. മത്സരത്തിൽ ആദ്യം ലീഡ് എടുത്തിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നുവെങ്കിലും റഹീം അലിയിലൂടെ അവർ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ അവസാനിക്കുവാനായിട്ട് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുക. ഇഞ്ചുറി ടൈമിൻ്റെ 2ാം മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എബിൻ ദാസിൻ്റെ കോർണറിലൂടെ മത്യാസ് ഹെർണാണ്ടസിൻ്റെ ഒരു ഹെഡർ ഗോൾ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പകരക്കാരനായിട്ട് തന്നെയായിരുന്നു മത്യാസ് ഹെർണാണ്ടസും കളിക്കളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫോം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ തുടരുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വരുവാനായിട്ട് പോകുന്ന ടൂർണമെൻറ്റുകളിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു കോൺഫിഡൻസ് ആയിരിക്കും. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പീറ്റർ ഹാഡ്ലി എന്ന് പറയുന്ന പീറ്റർ ഹാഡ്ലി ആൻഡ് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന 2 പരിശീലകരെയും ഈ ഒരു കോച്ചിങ് യൂണിറ്റിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെ നിർത്തേണ്ടത് അല്ലെങ്കിൽ വരുവാനായിട്ട് പോകുന്ന സീസണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങും. കാരണം ഇത്രയും മികച്ചൊരു പ്രകടനമാണ് ഈ ഒരു ടീമിൽ അല്ലെങ്കിൽ ഈ ഒരു ടീമിന് വേണ്ടി ഒരു കോച്ചിങ് യൂണിറ്റ് എന്ന നിലത്തിൽ കോച്ചേഴ്സൊക്കെ തന്നെ കാഴ്ചവെക്കുന്നത്. താരങ്ങളാണെങ്കിൽ പോലും ഒരു മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. നല്ലൊരു ഒത്തൊരുമയുടെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പ്രകടനം താരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. പോരാത്തതിന് പഴയ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ഒരു ഒത്തൊരുമ ബ്ലാസ്റ്റേഴ്സിലേക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ തീർച്ചയായിട്ടും ഭയക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അവസാന 4 കളിയിലും ബ്ലാസ്റ്റേഴ്സ് തോൽവി അറിഞ്ഞിട്ടില്ല. കാരണം തുടക്ക മത്സരങ്ങളിൽ തോൽവിയും ഒരു അൺകോൺഫിഡൻസ് ആയിട്ടുള്ള, അതായത് കോൺഫിഡൻസ് ഇല്ലാത്ത തരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സാണ് നിലവിൽ ഇത്രയും മികച്ചൊരു പ്രകടനം ലീഗിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മികച്ച പ്രകടനം തുടരുവാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് തുടരുവാനായിട്ട് സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.